നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടി ഡി എസിനെ കുറിച്ച് പഠിച്ചു. ടി ഡി എസ് എങ്ങനെയാണ് ടാലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്കിനി ഇതിന്റെ ട്രാൻസാക്ഷൻ ലെവലിലേക്കാണ് പോകുന്നത്. ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ടത്, ഒരു ഡിഡക്റ്റിയുടെ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ബില്ല് ഡ്യൂ ആവുമ്പോഴോ പേയ്മെന്റ് നടത്തുമ്പോഴോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിന്റെ കൂടെ നിങ്ങൾ ടി ഡി എസ് പിടിച്ചിരിക്കണം. ഉദാഹരണമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ബിൽഡിംഗ് ഓണർക്ക് റെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ റെന്റ് കൊടുക്കുമ്പോൾ ഞാൻ ക്യാഷ് പേയ്മെന്റ് ആണ് ചെയ്തത്. അപ്പോൾ ആദ്യം സംഭവിച്ചത് പേയ്മെന്റ് ആണ്. സോ ആ സമയത്തിന് ടി ഡി എസ് പിടിക്കണം. അതല്ല, ബിൽഡിംഗ് ഓണർ എനിക്ക് അതിന്റെ ബില്ല് തന്നു, ഞാൻ അതിന്റെ അക്കൗണ്ട്സിൽ എൻട്രി ചെയ്തു, പക്ഷേ പേയ്മെന്റ് മേക്ക് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് ആദ്യം സംഭവിച്ചത് ബില്ല് കൊണ്ടെത്തുന്നത്, അതായത് ബില്ല് ഡ്യൂ ആയി ബട്ട് നോട്ട് പെയ്ഡ്, ഈ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബില്ല് എൻ്റർ ചെയ്ത് അക്കൗണ്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടി ഡി എസ് പിടിക്കണം. സോ ഈ രണ്ട് സാഹചര്യങ്ങളാണ്. അതെങ്ങനെയാണ് ടാലിയിൽ എൻട്രി ചെയ്യുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ചില എക്സ്പെൻസസുകളുടെ കൂടെ ജി എസ് ടി കൂടി ഉണ്ടാവും. അപ്പം അങ്ങനെ ജി എസ് ടിയും കൂടി ഉണ്ടെങ്കിൽ അത് ഇൻവേർഡ് സപ്ലൈ ആണ്. അപ്പം ജി എസ് ടിയുടെ കൂടെ നമുക്ക് എങ്ങനെ ടി ഡി എസ് ഡിഡക്ട് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് കോമൺലി ആദ്യകാലങ്ങളിൽ നിങ്ങൾ ജേണൽ വൗച്ചറാണ് ടി ഡി എസിന്റെ ഡ്യൂ എൻട്രി ഇടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്കിപ്പം പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂ എൻട്രിയും അതല്ലെങ്കിൽ പേയ്മെന്റ് ആണ് ആദ്യം സംഭവിക്കുന്നത്, പേയ്മെന്റ്, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ഈ രണ്ട് ട്രാൻസാക്ഷനും നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ടാലിയിലെ സെറ്റിംഗ്സിലേക്ക് പോകാം. ട്രാൻസാക്ഷൻ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആദ്യം ഞാൻ അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് വന്നു, ഡ്യൂ എൻട്രി ഇടുകയാണ്. ഡ്യൂ എൻട്രി എന്ന് പറഞ്ഞാൽ ബില്ല് കിട്ടി ബട്ട് നോട്ട് പെയ്ഡ്, ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വൗച്ചറുകൾ അതിന് ഉപയോഗിക്കാം. പേയ്മെൻറ്റ് വൗച്ചർ, ജേണൽ വൗച്ചർ അല്ലെങ്കിൽ പർച്ചേസ് വൗച്ചർ. സോ ഞാൻ ആദ്യം ജേണൽ വൗച്ചർ ഉപയോഗിച്ച് ഈ എൻട്രി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാൻ F7 എടുത്തു. ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്? ബിൽഡിംഗ് റെൻറ്റിനാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ബിൽഡിംഗ് റെൻറ്റ് 15,000 രൂപ. നിങ്ങളോട് ശ്രദ്ധിച്ചോളൂ, ത്രെഷോൾഡ് ലിമിറ്റ് കുറവാണെങ്കിൽ പോലും 15,000 രൂപയ്ക്ക് ഞാൻ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ അവിടെ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, ബിൽഡിംഗ് റെൻറ്റ് കൊടുത്തു. ദെൻ എൻട്രി അടിച്ചിട്ട് ഞാൻ ബിൽഡിംഗ് ഓണർ അയാളെയും സെലക്ട് ചെയ്തു, എൻട്രി അടിച്ചു. ബിൽഡിംഗ് ഓണറെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കിവിടെ എമൗണ്ട് കുറഞ്ഞ് 13,500 രൂപയെ വന്നിട്ടുള്ളൂ. ബിൽഡിംഗ് ഓണറുടെ ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളുടെ റെഫറൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 1,500 രൂപ നിങ്ങൾ ടി ഡി എസിൻ്റെ ലെഡ്ജറിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ടി ഡി എസിൻ്റെ ലെഡ്ജർ റെൻറ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എനിന്ന് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലെഡ്ജർ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ എനി എന്ന് പറഞ്ഞ ലെഡ്ജർ, ടി ഡി എസിൻ്റെ ലെഡ്ജർ കൊടുത്തു 1,500. ദെൻ നിങ്ങൾക്ക് നരേഷൻ കൊടുക്കാം, സേവ് ചെയ്യാം. ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സാധ്യമാകും. ഞാനിവിടെ 1 ഏപ്രിൽ 2020 എൻട്രി ഇട്ടിരിക്കുന്നത്. ഞാൻ സേവ് ചെയ്തു, ജേണൽ വൗച്ചർ 2. ഓക്കെ, സോ ഒരു മെത്തേഡ് ഇതാണ്. ഡ്യൂ ആകുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇനി ഈ സെയിം എൻട്രി തന്നെ ഞാൻ ജി എസ് ടിയും കൂടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ജി എസ് ടിയുടെ കൂടെ ടി ഡി എസും കൂടി പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് F9 പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കാം. പർച്ചേസ് വൗച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ്. അപ്പോൾ പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുമ്പോൾ നോർമലി നിങ്ങൾ ഒരു സർവീസ് അക്കൗണ്ട് ചെയ്യേണ്ട ആ പ്രൊസീജിയറിലേക്ക് പോകണം. അവിടെ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്കത് ലെഡ്ജറുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് വരും. ബാക്കിയുള്ള എല്ലാം ജി എസ് ടിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. 1 ഏപ്രിൽ തന്നെയാണ് എൻട്രി. നിങ്ങൾക്കിവിടെ ബിൽഡിംഗ് ഓണറെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസാക്ഷനാണ്, ക്യാഷാണ് ആദ്യം കിട്ടണമെങ്കിൽ, ക്യാഷ് പേയ്മെൻ്റ് ആണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാം. ദെൻ നിങ്ങൾ ഇവിടെ വന്ന് സപ്ലയർ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ OLTM, ഇതും മറന്നു പോകരുത്, OLTM അടിച്ചിട്ട് ബിൽഡിംഗ് ഓണറെ സെലക്ട് ചെയ്യണം. സോ അയാളുടെ പാൻ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്തെടുത്തോളും. സോ നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുമ്പം രണ്ട് ഗുണങ്ങളാണ്. പേയ്മെൻ്റ് ആണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ ആ സമയത്ത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. അതല്ല, ഡ്യൂ എൻട്രി ആണ് ആദ്യം വരുന്നതെങ്കിൽ ഓക്കെ, ബില്ല് മാത്രമാണ് കിട്ടിയെങ്കിലും നിങ്ങൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. പർച്ചേസ് വൗച്ചറിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങളവിടെ പാർട്ടീസിനെയും എന്നുള്ളിടത്ത് ബിൽഡിംഗ് ഓണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ആയിട്ടേ ഉള്ളൂ ബട്ട് നോട്ട് പെയ്ഡ്. പക്ഷേ നിങ്ങളവിടെ ക്യാഷ് സെലക്ട് ചെയ്താൽ പേയ്മെൻറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് അർത്ഥം. അവർക്ക് ജേണൽ എൻട്രി വരുന്നത് ബിൽഡിംഗ് റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു ജേണൽ എൻട്രി ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഞാൻ ആ പാർട്ടിയുടെ പേര് ഇവിടെ ഈ ബിൽഡിംഗ് ഓണർ ഇവിടെ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്ത് മാറിപ്പോരുത്, ഇയാളുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ വരാനുള്ളതാണ്. ദെൻ ഇത്രയും സെലക്ട് ചെയ്തു. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബിൽഡിംഗ് റെൻ്റ് എന്ന് കൊടുക്കുക. സെയിം തന്നെ നമുക്കൊരു 10,000 രൂപ കൊടുക്കാം.
മറ്റേത് 15,000 10,000 കൊടുത്തു, എൻ്റർ അടിച്ചു. നിങ്ങൾക്ക് ആദ്യം GSTയുടെ ലെഡ്ജർ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ദെൻ TDS. സോ സിമ്പിൾ. ദെൻ TDS ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ പാൻ ഡീറ്റെയിൽസും ഇൻകം ടാക്സിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇത് 1000 രൂപ TDSും പിടിച്ചു. അപ്പോൾ ആ TDS എമൗണ്ട് ഏതിൻ്റെ പുറത്തില്ല? GSTയുടെ പുറത്ത് ഇല്ല. ഓക്കെ, ദെൻ നിങ്ങൾ എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. സോ നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സെയിം തന്നെ ഇതിപ്പം ഞാൻ ക്യാഷ് പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് ആദ്യം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിന് പകരം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് എങ്കിൽ നിങ്ങളിവിടെ ബിൽഡിംഗ് ഓണർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നേരത്തെ കാണിച്ച പോലെ ഒരു എൻട്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂ എൻട്രിയും ഇടാം. സോ നിങ്ങൾ സെപ്പറേറ്റ് ഡ്യൂ എൻട്രിക്ക് ജേണൽ വൗച്ചർ, പേയ്മെൻ്റ് ആണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചർ ഉപയോഗിക്കണം, ഇങ്ങനെ നിർബന്ധമില്ല. പർച്ചേസ് വൗച്ചർ ആണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പർച്ചേസ് വൗച്ചർ ഉപയോഗിക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പർച്ചേസ് രജിസ്റ്ററിലേക്ക് കയറും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു വൗച്ചർ ടൈപ്പ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനെക്കുറിച്ചും ഞാൻ മറ്റൊരു വീഡിയോയിൽ GSTയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വീഡിയോകളുടെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് താഴെ ഇട്ട് തരാം. നിങ്ങൾ അതുകൂടി കാണുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് രൂപം കിട്ടും. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു വീഡിയോയിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയിരുന്നു. ഇനി അഥവാ പേയ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ പർച്ചേസ് വൗച്ചർ തന്നെ ഉപയോഗിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോർമലി പേയ്മെൻറ്റ് വൗച്ചർ ഉപയോഗിച്ച് ശീലിച്ചവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് പേയ്മെൻറ്റിൽ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ അവിടെയും നമുക്കിത് ചെയ്യാം. അവിടെയും ഈ ഓപ്ഷൻ വർക്ക് ചെയ്യും. സോ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് വരാം. വന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് വൗച്ചർ ചെയ്യുന്നതിന് മുമ്പ് സിംഗിൾ എൻട്രി മോഡ് ആക്കുകയാണെങ്കിൽ ഒന്ന് നല്ലതായിരിക്കും. നിങ്ങൾ F12 അടിച്ചിട്ട് യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. സോ ഇവിടെ സിംഗിൾ എൻട്രി മോഡായി. ദെൻ നിങ്ങൾ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് റെൻറ്റ് അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. സിംഗിൾ എൻട്രി മോഡിലാണ് ഇത് വർക്ക് ചെയ്യുക. ബിൽഡിംഗ് റെൻറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, 10,000 രൂപ കൊടുത്തു. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. നമ്മുടെ TDSൻ്റെ ലെഡ്ജറും കൂടി സെലക്ട് ചെയ്തു, TDS. അപ്പം നമ്മുടെ പാർട്ടിയുടെ പേര് വന്നു. ഞാൻ പർച്ചേസ് വൗച്ചറിൽ ഞാൻ കാണിച്ച അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പാർട്ടീസ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബിൽഡിംഗ് ഓണറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വൗച്ചർ ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. ഈ സെയിം എഫക്റ്റാണ് ഞാൻ പർച്ചേസ് വൗച്ചറിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം GST ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പർച്ചേസ് വൗച്ചർ തന്നെ ഉപയോഗിക്കുക. കാരണം GSTക്കും അത് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് എറർ ഫ്രീ ആയിട്ടുള്ള GST റിട്ടേണുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. GST ഇല്ലെങ്കിൽ നിങ്ങളിനി പേയ്മെൻറ്റ് വൗച്ചർ ചെയ്താൽ മതി. ചെയ്യുമ്പം ഇങ്ങനെ സിംഗിൾ എൻട്രി മോഡ് ഒന്നാക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദെൻ സേവ് ചെയ്തു. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് TDSൽ ടാലിയിൽ ചെയ്യാൻ പറ്റുന്ന ബേസിക്കായിട്ടുള്ള എൻട്രീസ്. നമുക്കിനിയും റിട്ടേണുകൾ എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് നമ്മുടെ ത്രെഷോൾഡ് ലിമിറ്റാണ്. ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. സോ നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റിൻ്റെ ഒരു സെറ്റിങ്സ് കൂടി നോക്കാം. സോ ഞാൻ ത്രെഷോൾഡ് ലിമിറ്റ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ റെൻറ്റിൽ തന്നെ സെറ്റ് ചെയ്യാം. ത്രെഷോൾഡ് ലിമിറ്റ് ഞാനിപ്പം 2,40,000 രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഒരു വർഷം ആ എമൗണ്ടിൽ കൂടുതൽ 2,40,000 മുകളിൽ വന്നാൽ മാത്രം TDS ഡിഡക്റ്റ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ ഒരു മാസത്തെ പേയ്മെൻറ്റ് 50,000 മുകളിൽ വരികയാണെങ്കിൽ 5% ഡിഡക്റ്റ് ചെയ്യണം. സോ ഇതാണ് ആക്ച്വലി ഞാൻ കുറച്ച് ത്രെഷോൾഡ് ലിമിറ്റ് 2,40,000 തന്നെ കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ 3 ഇൻവോയ്സസുകൾ എൻ്റർ ചെയ്തു, TDS ഡിഡക്റ്റ് ചെയ്തു. സോ ആ സാഹചര്യത്തിൽ നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ F7 വന്നു, ജസ്റ്റ് ബിൽഡിംഗ് റെൻറ്റ് ബാക്ക് സ്പേസ് അടിച്ചു, ബിൽഡിംഗ് റെൻറ്റിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ നേച്ചർ ഓഫ് പേയ്മെൻറ്റ്. തിരുത്താൻ വേണ്ടി Ctrl+ എൻ്റർ അടിച്ചാൽ മതി. എൻ്റർ അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ത്രെഷോൾഡ് ലിമിറ്റ് 2,40,000 കൊടുത്തു. ഇതാണ് നമ്മുടെ ത്രെഷോൾഡ് ലിമിറ്റ്. ആപ്ലിക്കബിൾ ഫ്രം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡേറ്റ് ചോദിച്ചിരിക്കുന്നത് 1 ഏപ്രിൽ മുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഏപ്രിൽ തന്നെ കൊടുക്കണം. ഞാനൊരു 1 ഏപ്രിൽ തന്നെ കൊടുത്തു, സേവ് ചെയ്തു. ഞാൻ രണ്ടാമത് ഓൾട്ടർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആപ്ലിക്കബിൾ ഡേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ബിൽഡിങ്ങിലുണ്ട്. നേരത്തെ 10,000 20,000 രൂപയൊക്കെ അടച്ചപ്പം TDS ഡിഡക്റ്റ് ചെയ്തിരുന്നു. ഇനി ഡിഡക്റ്റ് ചെയ്യുമോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 45,000 45,000 കൊടുത്തു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബിൽഡിംഗ് ഓണറെയാണ്. എൻ്റർ അടിച്ചു. ആ 45,000 തന്നെ അവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് 2,40,000 മുകളിൽ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ TDS ഡിഡക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ 1 ഏപ്രിൽ തന്നെ F2 അടിച്ചു. ഞാൻ സെയിം മന്തിൽ തന്നെ ചെയ്യുകയാണ്, മറ്റൊരു ഡേറ്റിൽ ഇട്ടിട്ട് ചെയ്യുകയാണ്. ബിൽഡിംഗ് റെൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു 1,50,000 ഇട്ട് കൊടുക്കാം.
എൻ്റർ അടിച്ചു. ബിൽഡിംഗ് ഓണർ 1,50,000 തന്നെ വന്നു. അപ്പം ഇതും 2,40,000 മുകളിൽ ഒരു വർഷം എത്താൻ പാടില്ല. അതിന് ഒരു വർഷം 2,40,000 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രം TDS ഡിഡക്റ്റ് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത്. സോ നോർമൽ കേസിൽ നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ TDS പിടിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അത് നമുക്ക് ഉറപ്പാണ് ഈ കസ്റ്റമർ 2,40,000 ഈ സപ്ലയർക്ക് 2,40,000 മുകളിൽ പേയ്മെൻറ്റ് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ സെയിം ഡേറ്റിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണ്. ബിൽഡിംഗ് റെൻറ്റ് ബിൽഡിംഗ് ഓണറിലേക്ക് ഒന്ന് ഇവിടെ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തു. ന്യൂ റെഫറൻസ്. കാര്യം നമ്മുടെ എമൗണ്ട് 2,40,000 മുകളിൽ എക്സീഡായി. അതുകൊണ്ടാണ് ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. ഞാൻ TDSൻ്റെ ലെഡ്ജറും കൂടി കൊടുത്തു. ഓക്കെ, TDS 10,000 rupees വന്നു. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ ചോദിക്കും. അതിതാണ്. ഈ മെസ്സേജ് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക. ഇവിടെ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? 2,40,000 മുകളിൽ ഒരു വർഷം പേയ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ മാത്രം TDS ഡിഡക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു നിയമം വെച്ചിട്ട് അഥവാ 2,40,000 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പേ ചെയ്ത ഇൻവോയ്സസിൻ്റെ മുതൽ TDS ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പം 2,40,000 ശേഷം വരുന്ന ബില്ലുകളുടെ TDS അല്ല ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ആ ബില്ലിൻ്റെ ഡിഡക്റ്റ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ എത്ര ബില്ലുകൾ ചെയ്തിട്ടുണ്ടോ ആ ബില്ലുകളുടെ ഒക്കെ TDS ഡിഡക്റ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള കസ്റ്റമറുടെ കേസിൽ മാത്രം, സപ്ലയറുടെ കേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് TDS ഡിഡക്റ്റ് ചെയ്യാതെ ഇരുന്നാൽ മതി. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ അവർ പറഞ്ഞിട്ടുള്ള നേച്ചർ ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ത്രെഷോൾഡ് ലിമിറ്റിൽ കവർ ചെയ്യില്ല എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് TDS ഡിഡക്റ്റ് ചെയ്യാതിരിക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഒരു സേഫ് സൈഡ് TDS ഓരോ വൗച്ചറിൻ്റെ കൂടെ ഓരോ എൻട്രിയുടെ കൂടെ പിടിച്ചു പോകുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ എസ് കൊടുത്താൽ ഈ ഡേറ്റിൽ നമ്മുടെ ബിൽഡിംഗ് ഓണറുടെ കയ്യിൽ നിന്ന് റെൻറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ പിടിക്കുകയാണ്. കണ്ടോ, TDS ഇത്രയാണ്. ഏകദേശം 4,500 15,000 രൂപയും ഒക്കെ 19,500 രൂപ അധികമായി TDS ആയിട്ട് നമ്മൾ ഇയാളുടെ കയ്യിൽ നിന്ന്, ഈ പാർട്ടിയുടെ ബിൽഡിംഗ് ഓണറുടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. കാരണം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് 2,40,000 കൂടുതൽ ആയിപ്പോയതുകൊണ്ട്. ഓക്കെ, ഇതാണ് ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത. സോ ഇത്രയാണ് നമുക്ക് ബേസിക് എൻട്രി ലെവലിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ TDSൻ്റെ പേയ്മെൻ്റ് ആണ്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDS ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾ ആ മാസത്തേത് ഓരോ മാസത്തെ അടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ബാങ്കുകളിലോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ ഇൻകം ടാക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. സോ റിട്ടേൺ അല്ല, ക്യാഷ് ഡെപ്പോസിറ്റ്. നിങ്ങൾ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അത് നിർബന്ധമാണ്. അങ്ങനെ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇടുന്ന എൻട്രിയാണ് പേയ്മെൻറ്റ്. F5ലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ സ്റ്റാർട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനകത്ത് നിങ്ങൾ TDS. ഓക്കെ, സോ ഇവിടെ മാർച്ച് മാസത്തെ ഒന്നാണ്, നമ്മൾ ഏപ്രിലിലെ എൻട്രി ആണ് ഇട്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഈ പേയ്മെൻറ്റ് വാച്ച് എടുക്കുമ്പം F2 അടിച്ചിട്ട് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് 1/5 ഇട്ട് കൊടുക്കുക. മെയ് മാസം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റ് ഡിഫോൾട്ടായിട്ട് വരും. ഞാനിവിടെ സ്റ്റാർട്ട് പേയ്മെൻറ്റ് കൊടുത്തു. TDS കണ്ടോ, ഇവിടെ ഏപ്രിൽ വന്നു. ഏപ്രിൽ ടു 30th ഏപ്രിൽ വരെയുള്ളതാണ്. 30/4/2020 TDS ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത TDSകളുടെ സെഷൻസ് മുഴുവൻ വരും. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടി ഒരുമിച്ച് പേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉണ്ട്, ഓൾ ഐറ്റംസ് കൊടുത്താൽ മതി. ദെൻ നേച്ചർ ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു, ഓൾ ഐറ്റംസ് കൊടുക്കുക. എല്ലാ ഡിഡക്റ്റുകളുടെയും ഒരുമിച്ച് ഡിഡക്റ്റ് ചെയ്യാം. നമുക്ക് ഒരൊറ്റ പേയ്മെൻറ്റ് വോച്ചുകൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഓൾ ഐറ്റം കൊടുക്കുക. സെപ്പറേറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. റെസിഡൻ്റ് ആണ് റെസിഡൻറ്റ്, നോൺ റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റ്. ഓൾ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഐറ്റംസ് കൊടുക്കാം. ഓക്കെ, ദെൻ ക്യാഷ് ആണ് പേ ചെയ്യുന്നത്, ക്യാഷ്. അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം നിർബന്ധമായിട്ട്. എനിക്ക് തോന്നുന്നു 10,000 മുകളിൽ ഓൺലൈൻ പേയ്മെൻറ്റുകളാണ്. ആ സമയത്ത് നിങ്ങൾ ബാങ്കിൻ്റെ ലെഡ്ജറാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ക്യാഷിൻ്റെ ലെഡ്ജറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ക്യാഷിൻ്റെ ലെഡ്ജർ അങ്ങ് കൊടുത്തു. ടോട്ടൽ ഇവിടെ 4,35,000 രൂപ ടോട്ടൽ TDS ആയിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ആണ് ഏപ്രിൽ മാസം നമ്മൾ പേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ലേറ്റ് ഫീയോ ബാക്കി മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ എൻട്രി അടിച്ച് താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കണ്ടോ, ഇൻട്രസ്റ്റ് നിങ്ങൾ ലേറ്റ് ആയിട്ട് അടച്ചതിന് ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എല്ലാം കിട്ടുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇൻട്രസ്റ്റിന് മാത്രം കാണിക്കുന്നുള്ളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇവിടെ GST ഒന്നുമില്ല, TDS ഒന്നും ഇതിനില്ല.
ജസ്റ്റ് സേവ് ചെയ്യുക. ഇങ്ങനെ ലെഡ്ജർ സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇൻട്രസ്റ്റ് ആണോ, ലേറ്റ് ഫീ ആണോ, അതേഴ്സ് ആണോ, നിങ്ങൾ പെനാൽറ്റി ആണോ, റൗണ്ടിങ് ആണോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇൻട്രസ്റ്റ് എന്ന് ടാഗ് ചെയ്തു. കാരണം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് ടാഗ് ചെയ്തു. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഇൻട്രസ്റ്റ് അടച്ച് ആ എമൗണ്ട് നിങ്ങൾക്കിവിടെ ടാഗ് ചെയ്യാം. ഞാൻ 1000 രൂപ ഇൻട്രസ്റ്റ് അടച്ചു, അല്ലെങ്കിൽ ലേറ്റ് ഫീസ് അടച്ചു. സോ ഇങ്ങനെയും നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബേസിക്കായിട്ട് എൻട്രി ലെവലിലുള്ളത്. നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടി വേറെയും പോകണ്ട. ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിലേക്ക് വരിക. അവിടെ TDS റിപ്പോർട്ട്സ്, ഇവിടെ ഉണ്ട് റിപ്പോർട്ട്സ്. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തന്നത് ആർക്കെങ്കിലും എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ താല്പര്യമുള്ളവർ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സോ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.